VT മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റിന് മുകളിൽ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ആ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ മാനേജ്മെൻറ്റ് കുറേ കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള കമ്പനികളായിരിക്കും. അപ്പോൾ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ ലാർജ് ക്യാപ്പിലോട്ട് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. സ്മോൾ ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികൾ എന്ന് പറയുന്നത് മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് കമ്പനികളാണ്. കാരണം ലാർജ് ക്യാപ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നിലവിലുള്ള അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ പുതിയ സെഗ്മെൻറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് ലാർജ് ക്യാപ് കമ്പനീസിനെ സംബന്ധിച്ച് ഉണ്ടാവാറുള്ളത്. പക്ഷേ സ്മോൾ ക്യാപ് അല്ലെങ്കിൽ മിഡ് ക്യാപ് ഓഹരികൾ അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ചുള്ള അവരുടെ സാധ്യതകൾ എന്ന് പറയുന്നത് അവർക്ക് ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസാണ് അവരുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളത്. അവരുടെ സെഗ്മെൻറ്റിലുണ്ടാകും കൂടുതൽ വളർച്ചാ സാധ്യതകൾ കൈവരിക്കാൻ സാധ്യതയുള്ള കമ്പനികളാണ് മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് കമ്പനികളായിട്ട് ഉണ്ടാവുന്നത്. സോ ഉയർന്ന ROE ഉള്ള കുറച്ച് മിഡ് ക്യാപ് ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഓഹരികളുടെ ഈ വർഷത്തെ എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട്, നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുക്കുക. നമ്മളെപ്പോഴും ഒരു പാരാമീറ്റർ മാത്രം വെച്ചുകൊണ്ട് ഒരു സ്റ്റോക്കിനെ അളക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ആ സ്റ്റോക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇവിടെ ഉയർന്ന ROE ഉള്ള കുറച്ച് സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. മറ്റ് പാരാമീറ്റേഴ്സ് മേ ബി വീക്കായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ROE 75% കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 13,190 രൂപയിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. 42,800 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്കാണിത്. ROC ഉയർന്നു തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിനുള്ളത്. 104% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വർഷം ഇതുവരെയുള്ള അവരുടെ റിട്ടേൺ നോക്കുമ്പോൾ 24% ഒരു പോസിറ്റീവ് റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ടെന്ന് കാണാം. കോൾഗേറ്റ് ആണ് അടുത്തത്. FMCG സെക്ടറിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കോൾഗേറ്റ്. കോൾഗേറ്റിൻ്റെ ഒരു ROE പരിശോധിക്കുകയാണെങ്കിൽ 81% റിട്ടേൺ ഓൺ ഇക്വിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 2,302 രൂപ റേഞ്ചിലാണ് ഇന്ന് ഒരു ട്രേഡിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്. 62,600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിയാണ്. കമ്പനിയുടെയും ROC എന്ന് പറയുന്നത് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. 105% ROC രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ അത്ര തന്നെ ഒരു പോസിറ്റീവ് റിട്ടേൺ അല്ല. 13% ഒരു ഇടിവാണ് ഈ ഒരു ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കുമ്പോൾ കാണുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. FY25 അവരുടെ ROE എന്ന് പറയുന്നത് 55%. നിലവിൽ 1,570 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. 44,900 കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്റ്റോക്സുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് നമുക്കറിയാം. ഈ ഒരു സ്റ്റോക്കും ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ROC നോക്കുമ്പോഴും 14% ROC ആണുള്ളത്. പക്ഷേ ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഈ വർഷത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ 6% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കാണാം. പ്രീമിയർ എനർജീസ് ആണ് അടുത്തൊരു സ്റ്റോക്ക്. FY25 54% റിട്ടേൺ ഓൺ ഇക്വിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. 990 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. 44,606 രൂപ 6 കോടി രൂപയാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. 41% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 26% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു വർഷം നൽകിയിരിക്കുന്നത്. ഗ്ലാക്സോ സ്മിത്ത് ക്ലെയിൻ ഫാർമസ്യൂട്ടിക്കലാണ് അടുത്തൊരു സ്റ്റോക്ക്. 49% റിട്ടേൺ ഓൺ ഇക്വിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് സാധിച്ചിരുന്നു. 2,800 രൂപയാണ് അവരുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. 47,400 കോടി രൂപയാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ്. ROC നോക്കുമ്പോഴും 63% രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള റിട്ടേൺ നോക്കുമ്പോൾ 25% മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പേജ് ഇൻഡസ്ട്രീസ് ആണ് അടുത്ത സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിന് 48% ROE രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 46,200 കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അവരുടെ വില എന്ന് പറയുന്നത് 46,200 രൂപയാണ് അവരുടെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്.
51,531 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. 59% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇത്രയും സ്റ്റോക്സുകളാണ് ഉയർന്ന ROE ഉള്ള സ്റ്റോക്സുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ROEയുടെ മെഷർമെൻറ്റ് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ കുറച്ച് സ്റ്റോക്സൊക്കെ നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് എപ്പോഴും ഇടിവായിരിക്കണം എന്നുള്ളത് അർത്ഥമില്ല. ദീർഘകാല നിക്ഷേപകരെയൊക്കെ സംബന്ധിച്ച് ഇത്തരം സ്റ്റോക്കുകളൊക്കെയാണ് നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്കുകളൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. എപ്പോഴും മാനേജ്മെൻറ്റ് എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ള പാരാമീറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന ചില പാരാമീറ്റേഴ്സാണ് ROE പോലുള്ള ഫാക്ടേഴ്സ്. സോ കാര്യക്ഷമമായിട്ടുള്ള മാനേജ്മെൻറ്റും അതുപോലെ ശക്തമായിട്ടുള്ള ബിസിനസ് മോഡലുമുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് നമ്മൾ പറഞ്ഞത്. മിഡ് ക്യാപ് കാറ്റഗറിയിലാണ്. ഇപ്പോഴും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ട്രാക്ക് ചെയ്യുക, പഠിക്കുക, ഒപ്പം വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക.